राधा माधव जयो कुंज बिहारी जयो राधा माधव जयो कुंज बिहारी जय गोपीजन वल्लभा जयो गिरिवरधारी जयो गिरिवरधारी यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यशोदनन्दन व्रज जनरञ्जन यमुनतीरावनचारि जय राधा माधव जयो कुंज बिहारी हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे 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 कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय जय गोविंद जय जय गोपाल जय जय राधारमण हरि गोविंद जय 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 कृष्ण बलराम जय कृष्ण बलराम कृष्ण बलराम जय कृष्ण बलराम जय राधा माधव राधे जय गौरानिताय जय गौरानिताय गौरानिताय जय गौरानिताय जय जय प्रभुपा जय जय प्रभुपा जय जय गुरुदेव जय जय गुरुदेव। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये नष्टप्रायेषु अभद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति नैष्ठकी हे कृष्णा करुणा सिन्धु दीनबन्धु जगत्पते गोपेशा गोपिका कान्द राधाकान्द नमोऽस्तुते तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधरा श्रीवासादि गौर भक्त वृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे ഹരേ കൃഷ്ണ. ഇന്ന് നമ്മൾ ഒരു പുതിയ ശ്ലോകത്തിലേക്ക് ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം
9-ാം അധ്യായം 18-ാമത്തെ ശ്ലോകമാണ് ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ശ്ലോകം: ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. ഏഷ വൈ ഭഗവാൻ സാക്ഷാത് ആദ്യോ നാരായണ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശ്ചരതി വൃഷ്ണിഷു. വിവർത്തനം: ഭാവനാതീതനായ യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷൻ ഈ ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരുമല്ല. ആദിനാരായണനും പരമ ആസ്വാദകനും അദ്ദേഹമാകുന്നു. എന്നാൽ അദ്ദേഹം വൃഷ്ണികുലത്തിൽ ഒരു സാധാരണക്കാരനെ പോലെ നിലകൊള്ളുകയും സ്വസൃഷ്ടിതമായ ശക്തിയാൽ നമ്മെ വിഭ്രമിപ്പിക്കുകയും ചെയ്യുന്നു. അടുത്തതായി ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദി: വൈദിക സമ്പ്രദായത്തിലുള്ള ജ്ഞാനാർജനം ആനുമാനിക പ്രക്രിയയാകുന്നു. ഗുരുശിഷ്യ പരമ്പരയിലൂടെ പ്രാമാണികന്മാരിൽ നിന്നും വേദവിജ്ഞാനം പരിപൂർണമായി കുറ്റമറ്റ രീതിയിൽ സ്വീകരിക്കപ്പെടുന്നു. അത്തരം ജ്ഞാനം അല്പജ്ഞാനികൾ വികലമായി ധരിക്കുന്നത് പോലെ ഒരു അംഗീകൃത പ്രമാണത്തെയോ തത്വത്തെയോ സംബന്ധിച്ചവയല്ല. അച്ഛനാരെന്ന് സാക്ഷ്യപ്പെടുത്താനുള്ള അധികാരം അമ്മയ്ക്കാകുന്നു. അത്തരം രഹസ്യ അറിവിന്റെ പ്രമാണം അമ്മയാണ്. ആകയാൽ പ്രമാണം ഏതെങ്കിലും അംഗീകരിക്കപ്പെട്ട തത്വത്തെ സംബന്ധിച്ചതല്ല. ഭഗവത്ഗീത 4-ാം അധ്യായത്തിൽ ഈ നിജസ്ഥിതിയെക്കുറിച്ച് സ്ഥിരീകരിച്ചിരിക്കുന്നു. മാത്രമല്ല, അധ്യയനത്തിന്റെ ഉചിതമായ രീതി പ്രാമാണികരിൽ നിന്ന് അവ സ്വീകരിക്കുക എന്നതാണ്. അതേ സമ്പ്രദായത്തെ സാർവലൗകികമായ ജ്ഞാനമെന്ന് അംഗീകരിച്ചിരിക്കുന്നു. എന്നാൽ ഇതിനെതിരായി കപടവാദക്കാരൻ മാത്രമേ വാചാലനാകുകയുള്ളൂ. ദൃഷ്ടാന്തമായി, ആധുനിക ബഹിരാകാശ പേടക ശൂന്യാകാശത്ത് സഞ്ചരിക്കുന്നു. മാത്രമല്ല, ചന്ദ്രനുമപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയുമെന്ന് ആധുനിക ശാസ്ത്രജ്ഞർ അവകാശപ്പെടുമ്പോൾ അവരെ അധികാര കേന്ദ്രങ്ങളായി അംഗീകരിക്കയാൽ ജനങ്ങൾ ഈ കഥകളൊക്കെ അന്ധമായി വിശ്വസിക്കുന്നു. എന്നാൽ വിശ്വസിക്കരുതെന്ന് അഭ്യസിക്കപ്പെടുകയാൽ ജനങ്ങൾ വേദസത്യങ്ങളെ അംഗീകരിക്കുന്നില്ല. അവർ ഒരുപക്ഷെ അംഗീകരിക്കുന്നുവെങ്കിൽ എന്തെങ്കിലും വ്യത്യസ്തമായ ഒരു വ്യാഖ്യാനം നൽകുന്നു. വേദവിജ്ഞാനത്തിന്റെ പ്രത്യക്ഷ ഗ്രഹണം ഏവരും ആഗ്രഹിക്കുന്നു. എന്നാൽ വിവേചന ശക്തിയില്ലാതെ അവർ തന്നെ അതിനെ നിഷേധിക്കുന്നു. തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെടുന്ന മനുഷ്യൻ ഒരു വശത്ത് ശാസ്ത്രജ്ഞനെന്ന അധികാര കേന്ദ്രത്തെ അംഗീകരിക്കുകയും മറുവശത്ത് വേദങ്ങളുടെ ആധികാരികതയെ നിരാകരിക്കുകയും ചെയ്യുന്നു. തൽഫലമായി മാനവർ അധപ്പതിക്കുന്നു. ശ്രീകൃഷ്ണനെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായും ആദിനാരായണനായും ഉദ്ഘോഷിക്കുന്ന പ്രമാണം ഇഹലോകത്തുണ്ട്. ആചാര്യൻ ശങ്കരനെ പോലുള്ള അമൂർത്തകവാദികൾ പോലും അദ്ദേഹത്തിന്റെ ഭഗവത്ഗീത വ്യാഖ്യാനത്തിൽ പരമദിവ്യോത്തമ പുരുഷനായ നാരായണൻ ഭൗതിക സൃഷ്ടിക്ക് അതീതനാണെന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. പ്രപഞ്ചം ഭൗതിക സൃഷ്ടികളിൽ ഒന്നാകുന്നു. എന്നാൽ നാരായണൻ അത്തരം ഭൗതിക അനുസാരികൾക്ക് അതീന്ദ്രിയനാകുന്നു. അതീന്ദ്രിയ ജ്ഞാനതത്വങ്ങൾ ഗ്രഹിച്ച 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മദേവൻ. ശ്രീകൃഷ്ണൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനെന്ന അദ്ദേഹത്തിന്റെ സ്ഥിരീകരണത്തെ നിർവ്യക്തിവാദിയായ ശങ്കരനും സമർത്ഥിച്ചിരിക്കുന്നു. മറ്റെല്ലാ ആചാര്യന്മാരും ഈ പ്രസ്താവനയെ സ്ഥിരീകരിക്കുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കാതിരിക്കുന്നതിന് യാതൊരു സാധ്യതയും ഇല്ല തന്നെ. ശ്രീകൃഷ്ണ ഭഗവാനാണ് ആദിനാരായണെന്ന് ഭീഷ്മദേവൻ പ്രസ്താവിക്കുന്നു. ഭാഗവതത്തിൽ ബ്രഹ്മദേവനും ഈ വസ്തുതയെ സ്ഥിരീകരിക്കുന്നു. ശ്രീകൃഷ്ണൻ ആദിനാരായണനാകുന്നു. വൈകുണ്ഠത്തിൽ നിരവധി നാരായണന്മാരുണ്ട്. അവരെല്ലാവരും തന്നെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ പൂർണ്ണ അംശങ്ങളായ വിസ്തരണങ്ങളാണ്.
ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രഥമ രൂപം സ്വയം ബലദേവനാണ്. ബലദേവൻ മറ്റ് അനവധി രൂപങ്ങളായ സംഘർഷൻ, പ്രദ്യുപ്നൻ, അനിരുദ്ധൻ, വാസുദേവൻ, നാരായണൻ, പരശുരാമൻ, ശ്രീരാമൻ, നരസിംഹൻ എന്നിവരായി വിസ്തരിച്ചിരിക്കുന്നു. ഈ വിസ്തരണങ്ങളൊക്കെ തന്നെ ഏകവും അഭിന്നവുമായ ഓരോ വിഷ്ണു തത്വങ്ങളാകുന്നു. മാത്രവുമല്ല, ശ്രീകൃഷ്ണൻ എല്ലാ പൂർണ്ണാംശങ്ങളുടെയും ഉത്ഭവ കേന്ദ്രമാകുന്നു. ആകയാൽ ശ്രീകൃഷ്ണൻ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷൻ തന്നെയാണ്. ഭൗതിക ലോകങ്ങളുടെ സ്രഷ്ടാവും വൈകുണ്ഠ ലോകങ്ങളിലെ ആരാധനാമൂർത്തിയായ നാരായണന്മാരും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അതിനാൽ മാനവരുടെ മധ്യേയുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രവർത്തനങ്ങൾ വിപ്രഭജനകമാകുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സങ്കീർണത നിറഞ്ഞ പ്രവർത്തനങ്ങൾ മൂഢന്മാർക്ക് മനസ്സിലാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ അവർ ഒരു സാധാരണ മനുഷ്യനായി കണക്കാക്കുന്നുവെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ അരുളി ചെയ്തിട്ടുണ്ട്. അന്തരംഗ ശക്തിയെന്നും ബഹിരംഗ ശക്തിയെന്നും വിശേഷിക്കപ്പെടുന്ന ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഇരുവിധങ്ങളായ ശക്തികളുണ്ട്. തടസ്ഥ ശക്തി എന്ന് വിശേഷിക്കപ്പെടുന്ന മൂന്നാമതൊരു ശക്തിയുടെ മേലുള്ള പ്രവർത്തനമാണ് ശ്രീകൃഷ്ണ ഭഗവാനെ സംബന്ധിച്ച വിഭ്രമത്തിന് മുഖ്യഹേതു. ശ്രീകൃഷ്ണ ഭഗവാന്റെ തടസ്ഥ ശക്തിയുടെ വിസ്തരണങ്ങളാണ് ജീവസത്തകൾ. ആകയാൽ അവർ ചിലപ്പോൾ അന്തരംഗ ശക്തിയാലും ചിലപ്പോൾ ബഹിരംഗ ശക്തിയാലും സംഭ്രാന്തരാകപ്പെടുന്നു. ഊർജ്ജസ്വലമായ ആന്തരിക സംഭ്രാന്തിയാൽ ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അസംഖ്യം നാരായണന്മാരായി വിസ്തരിക്കുകയും അതീന്ദ്രിയ ലോകത്തിൽ ജീവസത്തകളിൽ നിന്ന് അതീന്ദ്രിയ പ്രേമ ഭക്തിയുത സേവനം സ്വീകരിക്കുകയും അന്യോന്യ വിനിമയങ്ങൾ നടത്തുകയും ചെയ്യുന്നു. മാത്രമല്ല, വീര്യമുള്ള ബഹിരംഗ വിസ്തരണങ്ങളാൽ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ദേവന്മാരുടെയും മധ്യേ വൈവിധ്യമാർന്ന ജീവിവർഗങ്ങളിലെ ജീവസത്തകളും അദ്ദേഹവും തമ്മിലുള്ള വിസ്മൃതമായ ബന്ധത്തെ പുനഃസ്ഥാപിക്കുവാനും പുനരുദ്ധരിക്കാനുമായി ശ്രീകൃഷ്ണ ഭഗവാൻ സ്വയം അവതരിക്കുന്നു. എന്നാൽ ഭീഷ്മദേവനെ പോലുള്ള ശ്രേഷ്ഠ പ്രമാണികൾ ഭഗവത് കൃപയാൽ അത്തരം വിഭ്രമങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നു. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം മേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. വാഞ്ചാകൽപതരൂപശ്ച കൃപാ സിന്ധുഭ്യൈവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മള് 18ാമത്തെ ശ്ലോകം 9ാമത്തെ അധ്യായത്തിൽ ഭീഷ്മദേവന്റെ വിയോഗം എന്ന് പറയുന്ന ഈ അധ്യായത്തില് 18ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്നിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഈ ശ്ലോകത്തില് ഭഗവാനാണ് പരമ ദിവ്യോത്തമ പുരുഷൻ അല്ലെങ്കിൽ ആദ്യത്തെ നാരായണൻ എന്ന് ഭീഷ്മദേവൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ മുൻപ് പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാണ്. ബ്രഹ്മസംഹിതയില് ബ്രഹ്മാവ് പറഞ്ഞു, ഈശ്വര പരമ കൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ സർവകാരണങ്ങൾക്കും കാരണം ഭഗവാനാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുന്തി ദേവിയുടെ പ്രാർത്ഥനയിൽ പറഞ്ഞു, എന്താണ് കുന്തി ദേവി പറഞ്ഞത്? നമസ്തേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേപരം. നമസ്തേ പുരുഷം ത്വാദ്യം, ആദ്യത്തെ പുരുഷൻ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് കുന്തി ദേവി പറഞ്ഞു. ഇതാ വീണ്ടും ഇവിടെ ഭീഷ്മദേവൻ പറയുന്നു, സാക്ഷാത് ഏവൈ ഭഗവാൻ സാക്ഷാത്. യഥാർത്ഥ ഭഗവാൻ സാക്ഷാത് ഭഗവാൻ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. ഇവിടെ 4 ഇൻകൺസീവബിൾ ഭഗവാന്റെ 4 ഇൻകൺസീവബിൾ സിറ്റുവേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ആദ്യം പറയുന്നത് ഭഗവാൻ സാക്ഷാത്, രണ്ടാമത് ആദ്യോ നാരായണ, മൂന്നാമത് പുമാൻ, നാലാമത് മോഹൻ മായ. ഇപ്പൊ ഭഗവാനാണ് സാക്ഷാത് ഭഗവാൻ എന്നുള്ളത് നമ്മൾ പല ആവർത്തി പറഞ്ഞ് കേട്ടിട്ടുള്ള. ബ്രഹ്മാവ്, പിന്നെ അർജുനൻ പറഞ്ഞിട്ടുണ്ട്, കുന്തി ദേവി പറഞ്ഞിട്ടുണ്ട്, ആചാര്യന്മാരെല്ലാം തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ്. ഈ ആദ്യോ നാരായണൻ, ഏറ്റവും ആദ്യത്തെ നാരായണനും ശ്രീകൃഷ്ണ ഭഗവാനാണ്. ഈ നാരായണനിൽ നിന്നാണ് എല്ലാ അംശങ്ങളും.
അതായത് കൃഷ്ണൻ തന്നെയാണ് നാരായണൻ. ഭാഗവതത്തിന്റെ ഒന്നാം സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 28-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ഏതേജാംസ കലാപുംസാം കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഭഗവാന്റെ അംശങ്ങൾ, പൂർണ്ണാംശങ്ങള്, പലതര ശക്തി, പല അവതാരങ്ങള്, ശക്തിയാവേശാവതാരം, ഗുണാവതാരം, ഇതെല്ലാം ശ്രീകൃഷ്ണ ഭഗവാനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ മോഹൻ മായയ, പുമാൻ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം ഹീസ് ദ സുപ്രീം എൻജോയർ. ഏറ്റവും എൻജോയർ, സുപ്രീം ഭോക്താരം. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഭോക്താരം യജ്ഞതമസാം സർവലോക മഹേശ്വരം സുഹൃതം സർവഭൂതാനാം ജ്ഞാത്വാമാം ശാന്തിമച്ഛതി. എല്ലാത്തിന്റെയും ഭോക്താവ്, യജ്ഞങ്ങളുടെ, തപസ്സുകളുടെയും എല്ലാത്തിന്റെയും ഭോക്താവ് ഞാനാണെന്ന് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അടുത്തത് മോഹയൻ മായയ. പക്ഷെ ഇങ്ങനെയാണെങ്കിലും നമ്മള് ജീവാത്മാക്കൾ എല്ലാവരും, അതായത് കുരുക്ഷേത്ര യുദ്ധം നടന്ന സമയത്ത് തന്നെ ഭഗവാൻ പരമദിവ്യോത്തമ പുരുഷനാണെന്ന് വളരെ വിരലിൽ എണ്ണാവുന്ന കുറച്ചാളുകൾക്കേ അറിയാമായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാവരും ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള രീതിയിലാണ് ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ടത്. അതില് ഭീഷ്മാചാര്യർക്ക് അറിയാമായിരുന്നു, പാണ്ഡവന്മാർക്ക് അറിയാമായിരുന്നു, വിതുര മഹാത്മാവിന്, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഭഗവാൻ സുപ്രീം പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനാണെന്ന് അറിയാമായിരുന്നു. എന്തുകൊണ്ടാണ്? മോഹയൻ മായയ, ഭഗവാന്റെ തന്നെ ശക്തികൾ കൊണ്ട്, മായാശക്തി, ഇലൂസറി എനർജി. ഭഗവാൻ യഥാർത്ഥത്തിൽ 3 ശക്തികളാണ് ഉള്ളത്: അന്തരംഗ ശക്തി, ബഹിരംഗ ശക്തി, തടസ്ഥ ശക്തി. ഇന്റേണൽ എനർജി, എക്സ്റ്റേണൽ എനർജി ആൻഡ് മാർജിനൽ എനർജി. അതിൽ ഈ ജീവസത്തകള്, ജീവാത്മാക്കളെല്ലാം മാർജിനൽ എനർജി, മാർജിനൽ പൊട്ടൻസിയിലാണ് വരുന്നത്. എന്തുകൊണ്ടാണ് അവര് മാർജിനൽ എനർജി എന്ന് പറയുന്നത്? അവര് സുപ്പീരിയർ എനർജിയിലേക്ക് പോകാം, ഇൻഫീരിയർ എനർജിയിലേക്കും പോകാം. അതുകൊണ്ടാണ് അവര് തടസ്സ ശക്തി എന്ന് പറയപ്പെടുന്നത്. അത് ഈ അന്തരംഗ ശക്തി തന്നെ നമ്മൾ ചൈതന്യ ചരിതാമൃതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ശക്തികളെയും കുറിച്ച് പറയുന്നുണ്ട്. ചിത് ശക്തി, സ്വരൂപ ശക്തി, ഇതൊക്കെ അന്തരംഗ ശക്തികളുടെ മറ്റ് പേരുകളാണ്. പിന്നെ നമ്മൾ ഇവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ പ്രഭുപാദ് പറഞ്ഞിരിക്കുന്നത്, വൈദിക ജ്ഞാനം നമ്മൾ 2 രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം: ആരോഹപന്ഥ, അവരോഹപന്ഥ. ആരോഹപന്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ അനുമാനങ്ങൾ വെച്ച് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അത് ഒരു ശരിയായ രീതിയല്ല. ഇൻഡക്റ്റീവ് പ്രോസസ്സ് ആൻഡ് ഡിഡക്റ്റീവ് പ്രോസസ്സ്. പിന്നെ അവരോഹപന്ഥ എന്ന് പറഞ്ഞാൽ ഡിഡക്റ്റീവ് പ്രോസസ്സ്. അത് പരമ്പരയിൽ കൂടി വരുന്നതാണ്. അപ്പം പരമ്പരയിൽ കൂടി വരുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദു സകാലേന മഹദാ യോഗോ നഷ്ട പരന്തവ. ഭഗവാൻ പറയുന്നുണ്ട്, ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന ശാസ്ത്രം പണ്ട് എപ്പോഴോ മുറിഞ്ഞുപോയി, പിന്നെ ഞാൻ അതാ വീണ്ടും അർജുനന് ഉപദേശിച്ചു കൊടുത്താണ്. അപ്പൊ ഈ പരമ്പരയിലൂടെ വരുന്ന ജ്ഞാനം മാത്രമേ നമ്മൾ അംഗീകരിക്കാവൂ എന്നാണ് സ്വാമിജി പ്രഭുപാദർ പറയുന്നത്. പിന്നെ നമ്മളിവിടെ ശ്രീകൃഷ്ണന്റെ യഥാർത്ഥ പരമദിവ്യോത്തമ പുരുഷനായും ആദിനാരായണനായും ഉദ്ഘോഷിക്കുന്ന പ്രമാണം ഇഹലോകത്തുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരുപാട് വൈകുണ്ഠ ലോകങ്ങളുണ്ട്. അപ്പൊ ഒരുപാട് വൈകുണ്ഠ ലോകങ്ങളിൽ ഒരുപാട് നാരായണന്മാരുണ്ട്. അപ്പൊ ഈ നാരായണന്മാരുടെ എല്ലാം തന്നെ ഉറവിടം ശ്രീകൃഷ്ണ ഭഗവാനാണ്. നമുക്ക് ഇപ്പം 3-ാമത്തെ സ്കന്ധം നോക്കിക്കഴിഞ്ഞാൽ ദേവഹൂതി മാതാവ് പോയത് ദേവഹൂതി മാതാവിന്റെ ഭർത്താവായ കപിലമുനിയുടെ വൈകുണ്ഠത്തിലാണ്. കപില വൈകുണ്ഠ 3-ാമത്തെ സ്കന്ധത്തിൽ അത് പറയുന്നുണ്ട്. കപില വൈകുണ്ഠത്തിലാണ് ദേവഹൂതി മാതാവ് പോയത്. അപ്പൊ പല വൈകുണ്ഠങ്ങളിൽ പല സുപ്പീരിയർ പേഴ്സണാലിറ്റി ഉണ്ട്. പക്ഷെ അതെല്ലാവരും ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്. പിന്നെ അടുത്ത പാരഗ്രാഫില് പ്രഭുപാദ് പറയുന്നത്,
അതീന്ദ്രിയ ജ്ഞാന തത്വങ്ങൾ ഗ്രഹിച്ച 12 മഹാജനങ്ങളിൽ ഒരാളാണ് ഭീഷ്മദേവൻ. അപ്പൊ ഭീഷ്മദേവനെ കുറിച്ച് അത്രയും സുപ്പീരിയർ ആയിട്ടുള്ള ആളുകൾക്ക് ഈ മായ, അതായത് ഭഗവാന്റെ ഈ മോഹൻ മായ എന്ന് പറയുന്ന ശക്തിയെ അവർക്ക് കീഴടക്കാൻ പറ്റില്ല. മഹാജനോ ഏന ഗതാസ്തു ബന്ധു എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാരും മഹാജനങ്ങളെ അനുകരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഭീഷ്മ പിതാമഹനെ കുറിച്ചാണ്. നമ്മൾ ഭീഷ്മ പിതാമഹനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഭീഷ്മ പിതാമഹന്റെ ജനനം, പാരന്റേജ് എന്ന് പറയുന്നത് ശന്തന മഹാരാജാന്റെയും ഗംഗയുടെയും പുത്രനായിട്ടാണ് ഭീഷ്മ പിതാമഹൻ ദേവവ്രതൻ എന്ന കുട്ടിയായിട്ട് ജനിച്ചത്. അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തന്നെ ഒരു ചെറിയ കഥയുണ്ട്. പണ്ട് വസിഷ്ഠന്റെ ആശ്രമത്തില് കാമധേനു എന്ന് പറയുന്ന ഒരു പശു ഉണ്ടായിരുന്നു. എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുക്കുന്ന കാമധേനു എന്ന് പറയുന്ന പശു. ഈ പശുവിനെ മോഷ്ടിക്കാനായിട്ട് അഷ്ടവസുക്കളും ഭാര്യമാരുമായിട്ട് ചെന്നപ്പോൾ അവർക്ക് ഈ പശുവിനെ കണ്ട് ഇഷ്ടപ്പെട്ട് മോഷ്ടിക്കാനായിട്ട് ശ്രമിച്ചു. അപ്പൊ അവർ ഈ പശുവിനെ മോഷ്ടിച്ചത് വസിഷ്ഠൻ അറിഞ്ഞ് അവരെ ശപിച്ചു. നിങ്ങൾ ഭൂമിയിൽ പോയി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഈ അഷ്ടവസുക്കളിൽ 7 പേരാണ് ആദ്യം ശന്തനു മഹാരാജാവ് ഗംഗാദേവിയെ കല്യാണം കഴിക്കാനായിട്ട് ചോദിച്ചപ്പോൾ ഗംഗാദേവി ഒരു കണ്ടീഷൻ വെച്ചു. എന്നെ ഒരു കാര്യത്തിനും ഒന്നിനും എന്നെ ചോദ്യം ചെയ്യാൻ പാടില്ല, ഞാൻ എന്ത് ചെയ്താലും അത് സമ്മതിക്കണം എന്ന് ഗംഗാദേവി പറഞ്ഞു. അത് ശന്തനു മഹാരാജാവ് അതേപടി അനുസരിക്കുകയും ചെയ്തു. അങ്ങനെ ആദ്യത്തെ കുഞ്ഞ് അവർക്ക് പറഞ്ഞപ്പോൾ ഗംഗാദേവി എടുത്തുകൊണ്ടുപോയി അത് നദിയിൽ തന്നെ മുക്കിക്കൊന്നു. അങ്ങനെ 7 കുട്ടികളെയും കൊന്നു. അതിനുശേഷം 8ാമത്തെ കുട്ടിയാണ് ഭീഷ്മനായി ജനിച്ചത്. അപ്പൊ ഈ 7 കുട്ടികളും വസിഷ്ഠമുനിയുടെ ശപഥം കിട്ടിയ അഷ്ടവസുക്കളിൽ 7 പേരാണ്. അപ്പൊ എന്തുകൊണ്ട് 7 പേര് മാത്രം പെട്ടെന്ന് മരിച്ച അവര് തിരിച്ചുപോയി 8ാമത്തെ ആള്? അപ്പൊ അതിന്റെ ഉത്തരം ആചാര്യന്മാര് പറയുന്നത്, ഇതിന്റെ യഥാർത്ഥ പ്ലാൻ ചെയ്തത് ഭീഷ്മാചാര്യനായിരുന്നു. ഈ അഷ്ടവസുക്കളിൽ യഥാർത്ഥ പ്ലാൻ, ഈ കാമധേനുവിനെ മോഷ്ടിക്കണം എന്നുള്ള ആ പ്ലാനിന്റെ ഇനിഷ്യേറ്റീവ് എടുത്തത് ഭീഷ്മാചാര്യൻ. അതുകൊണ്ട് ഭീഷ്മാചാര്യന് മാത്രം ഈ ലോകത്തില് ഒരുപാട് നാള് ജീവിക്കേണ്ടിയും ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ടിയും വന്നു. അതാണ് അതിന്റെ മറ്റൊരു വശം. ഇനി ഭീഷ്മാചാര്യൻ ഗംഗയുടെ 8ാമത്തെ പുത്രനെ കൊണ്ട് കളയാൻ പോയപ്പോൾ ശന്തനു മഹാരാജാവ് ചോദ്യം ചെയ്യുകയും അതുകൊണ്ട് ഗംഗാദേവി ഭീഷ്മാചാര്യനെയും കൊണ്ട് പോവുകയും ചെയ്തു. ഈ അവസരത്തിലാണ് ശന്തനു മഹാരാജാവ് മറ്റൊരു സ്ത്രീയെ കാണുന്നത്. സത്യവതി എന്ന് പറയുന്ന ഒരു മുക്കുവ സ്ത്രീയെ കാണുകയുണ്ടായി. അപ്പൊ ആ സ്ത്രീയെ കണ്ട് ഇഷ്ടപ്പെട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വളരെ വിഷമത്തോടെ ഇരിക്കുമ്പോൾ ദേവവ്രതൻ ചോദിച്ചു, എന്താണ് അങ്ങേക്ക് ഇത്ര വിഷമം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇത് പറയുകയുണ്ടായി. ശന്തനു മഹാരാജ് പറയുകയും ദേവവ്രതൻ ചെന്ന് ഈ സത്യവതിയുടെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, അത് എങ്ങനെ? അപ്പം സത്യവതിയുടെ അച്ഛൻ പറഞ്ഞു, അത് എൻ്റെ മകളുടെ കുട്ടി വേണം ഇനി അടുത്ത ഭരണം നോക്കാൻ എന്ന് പറഞ്ഞു. അത് നീ ഉള്ളപ്പോൾ അങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചു, ദേവവ്രതന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ദേവവ്രതൻ പറഞ്ഞു, ഇല്ല, ഞാൻ ഒരിക്കലും ചെയ്യില്ല, ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കുകയില്ല, ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവൻ നൈഷ്ഠിക ബ്രഹ്മചാരിയായി എൻ്റെ ജീവിതം
മുഴുമിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. ഈ സമയത്ത് ദേവന്മാർ ആകാശത്തു നിന്ന് പുഷ്പവൃഷ്ടി നടത്തി എന്നാണ് പറയുന്നത്. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ദൃഢപ്രതിജ്ഞയായിരുന്നു ഭീഷ്മൻ എടുത്തത്. അതിനുശേഷമാണ് ദേവവ്രതൻ എന്ന കുട്ടിയെ ഭീഷ്മൻ എന്ന് അറിയപ്പെടുന്നത്. അങ്ങനെ ഭീഷ്മാചാര്യൻ ഈ ശപഥം ഒക്കെ എടുത്തതിന് ശേഷം എന്തുകൊണ്ട് ഇത്രയും ഒരു മഹാജനായ ഭീഷ്മാചാര്യർ കൗരവന്മാരുടെ സൈഡിൽ നിന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. ഒരു മഹാജൻ കൗരവ തെറ്റിന്റെ അധർമ്മത്തിന്റെ കൂടെ എന്തുകൊണ്ട് നിന്നു? അത് നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം ഈ കാര്യങ്ങൾ. അപ്പം ഭീഷ്മാചാര്യൻ ഈ പ്രതിജ്ഞ എടുത്തു. എന്നിട്ട് ഇവർക്ക് രണ്ട് കുട്ടികള്, സത്യവതിക്ക് ചിത്രാംഗതനും ജിത്രവീര്യനും എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ടായിരുന്നു. അതില് ചിത്രാംഗതൻ ആദ്യമേ ഒരു ആരാണ് ഗന്ധർവന്റെ നിന്ന് മരണം സംഭവിച്ചു. വിചിത്രവീര്യനും കല്യാണം കഴിക്കാനുള്ള സമയത്ത് ഈ കാശി രാജാവിന്റെ 3 പെൺമക്കൾ ഉണ്ടായിരുന്നു, അംബ, അംബിക, അംബാലിക. അപ്പോ ഈ സ്വയംവര സമയത്ത് ഭീഷ്മാചാര്യർ മനസ്സിലാക്കി നല്ല കുട്ടികളാണ്, അവരെ വിചിത്രവീരനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം എന്ന് പറഞ്ഞ് അവിടെ ചെന്ന ഭീഷ്മാചാര്യൻ ഈ 3 പേരെയും കിഡ്നാപ്പ് ചെയ്തു. അംബ, അംബിക, അംബാലിക. അങ്ങനെ തിരിച്ചു കൊണ്ടുവന്ന് കൊട്ടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ ഭീഷ്മാചാര്യൻ കല്യാണം കഴിക്കണമെന്ന് അംബ പറഞ്ഞു. അപ്പം ഭീഷ്മാചാര്യൻ പറഞ്ഞു, ഞാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്, എനിക്ക് സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കാനോ സ്ത്രീകളെ കല്യാണം കഴിക്കാനോ ഉള്ള അനുവാദമില്ല. അങ്ങനെ ഈ ശപിക്കുകയുണ്ടായി. ശപിച്ചിട്ടാണ് ഇവര് അടുത്ത ഇതില് ശിഖണ്ഡിയായിട്ട് വരുന്നത്. അവസാനം ഭീഷ്മനെ തന്നെ അംബയാണ് ശിഖണ്ഡിയായിട്ട് വന്ന് ഭീഷ്മന്റെ പതനം കുരുക്ഷേത്ര യുദ്ധത്തില് ഉറപ്പുവരുത്തുന്നത്. അപ്പൊ ഭീഷ്മാചാര്യന്റെ ഗുണങ്ങള് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈ ഒരു പാരന്റേജ്, ശന്തനു മഹാരാജാവിന്റെയും ഗംഗയുടെയും പുത്രനാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ഗുരു എന്ന് പറയുന്നത് മാർഷൽ ആർട്സിൽ അദ്ദേഹത്തിന്റെ ഗുരു പരശുരാമനാണ്. പിന്നെ അല്ലാതെ ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയാണ് അദ്ദേഹത്തിന്റെ ഗുരു, ശാസ്ത്രങ്ങളിലെ ഗുരു. അപ്പൊ ഇത്രയും ഒക്കെ ഉള്ള ഭീഷ്മാചാര്യൻ എന്തുകൊണ്ട് കൗരവരുടെ സൈഡിൽ നിന്നു? അതിന്റെ ഉത്തരം നമുക്ക് അവസാനം മനസ്സിലാക്കാം. ഇനി ഭീഷ്മാചാര്യര് അർജുനനെ പാണ്ഡവരെടുത്തും കൗരവരെടുത്തും ഭീഷ്മാചാര്യർക്ക് ഒരേ കണക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ ദുര്യോധനന്റെ ആഹാരം കഴിക്കുന്നത് കൊണ്ട് ഭീഷ്മാചാര്യര് അദ്ദേഹത്തിന്റെ സ്വഭാവത്തില് വളരെ വ്യത്യാസങ്ങളുണ്ടായി. ഈവൻ നമ്മുടെ ദ്രൗപദിയെ തന്നെ ഒരു സദസ്സിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്തപ്പോൾ ദ്രൗപദി ചോദിക്കുകയുണ്ടായി, അങ്ങ് ധർമ്മജ്ഞനല്ലേ, ധർമ്മജ്ഞൻ ഇങ്ങനെയാണോ ഒരു സദസ്സിൽ വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ അങ്ങ് ഇങ്ങനെയാണോ പ്രവർത്തിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അന്ന് ഭീഷ്മാചാര്യൻ പറഞ്ഞു, ധർമ്മം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സങ്കീർണമായ ഒന്നാണ് എന്ന് പറഞ്ഞാണ് ഭീഷ്മാചാര്യർ ഒഴിഞ്ഞു മാറിയത്. അതിനുശേഷം യുദ്ധം നടന്നു. യുദ്ധത്തിൽ ഭീഷ്മാചാര്യർ ഒരു ദിവസം ഭയങ്കര ഘോരമായിട്ട് യുദ്ധം ചെയ്ത് തുടങ്ങി. അത് കണ്ട ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും വളരെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിലത്ത് കിടന്ന ഒരു ചക്രം, ഒരു രഥത്തിന്റെ ചക്രവും എടുത്ത് ഭഗവാൻ ഭീഷ്മാചാര്യന്റെ നേർക്ക് ഓടിയെടുത്തപ്പോൾ ഭഗവാന്റെ ആ
ആ ശാരീരിക ഭംഗിയും ഭഗവാന്റെ മുഖത്തുള്ള ആ മുടികളും ആ ആ ചേല കാറ്റിൽ പറക്കുന്നതും പൊടിയും ആ വിയർപ്പും ഇതെല്ലാം കൂടെ കണ്ട് ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട് കുറച്ചു സമയത്തേക്ക് ഭീഷ്മാചാര്യൻ നിർനിമേഷനായി ഭഗവാനെ നോക്കിക്കൊണ്ടിരുന്നു. ഈ സമയത്ത് അർജുന അടിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ സമയത്താണ് ഭീഷ്മാചാര്യനെ അർജുനൻ അമ്പും വില്ലും കൊണ്ട് വീഴ്ത്തിയത്. അതിനുശേഷം ഭീഷ്മാചാര്യര് ശരശയ്യയിലായി. ഈ ശരശയ്യയിലായി കഴിഞ്ഞ സമയത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു, ഈ പാണ്ഡവന്മാരെ പറഞ്ഞു വിട്ടു, അദ്ദേഹം വളരെ ജ്ഞാനിയാണ്, ഈ ലോകത്ത് അദ്ദേഹത്തിന് അറിയാത്തതായി ഒന്നുമില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് തന്നെ പോയി അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കണം. അങ്ങനെ ഭീഷ്മാചാര്യര് ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് നേതൃത്വത്തില് അവിടെ എല്ലാവരും വന്നു ഭീഷ്മാചാര്യരുടെ അടുത്ത് ഓരോരോ സംശയങ്ങള്. അതില് ഇത് മഹാഭാരതത്തില് ശാന്തിപർവം എന്ന് പറയുന്ന ഒരു ചാപ്റ്ററിലാണ്. ശാന്തിപർവമാണ് മഹാഭാരതത്തിലെ ഏറ്റവും വലിയ ചാപ്റ്ററുകൾ ഒന്ന്. ആ ശാന്തിപർവം എന്ന ചാപ്റ്ററിലാണ് ഈ ഈ ചോദ്യങ്ങളൊക്കെ യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നത്. അപ്പൊ അതില് യുധിഷ്ഠിര മഹാരാജാവ് ചോദിക്കുന്നു, ഒരു രാജാവ് രാജ്യം എങ്ങനെയായിരിക്കണം ഭരിക്കേണ്ടത് എന്ന് ചോദിക്കപ്പോൾ ഭീഷ്മാചാര്യൻ പറഞ്ഞു, ഞാനൊരു കഥ പറഞ്ഞു തരാം. എങ്ങനെ ആയിരിക്കരുത് രാജാവ് എന്ന് ഉള്ള ഒരു കഥയാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന് ഭീഷ്മാചാര്യൻ പറഞ്ഞിട്ട് ഒരു ലേസി ക്യാമൽ, അതായത് ഒരു ഒട്ടകം, ഒരു മടിയനായ ഒട്ടകത്തിന്റെ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഈ ഒട്ടകം ഒരു വളരെ തപസ്വിയായിരുന്നു. ഈ ഒട്ടകം ഒരുപാട് തപസ്സൊക്കെ ചെയ്തിട്ട് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഒരു വരം ചോദിച്ചു. എന്താണ് ആ വരം? എനിക്ക് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ എൻ്റെ കഴുത്തിന് ആവശ്യത്തിലധികം നീളം, ഇത് മഹാഭാരതത്തിലുള്ള ഭീഷ്മാചാര്യർ പറഞ്ഞു കൊടുത്ത ഒരു കഥയാണ്. എനിക്ക് ഈ എൻ്റെ കഴുത്തിന് ആവശ്യത്തിലധികം നീളം തരണം. അപ്പൊ ആ നീളം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു സ്ഥലത്ത് ഇരുന്നുകൊണ്ട് തന്നെ എവിടെ പോയാലും ഈ കഴുത്ത് നീട്ടിക്കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവ് തഥാസ്തു എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഈ ഒട്ടകം തൻ്റെ കഴുത്ത് നീട്ടി എവിടെയെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ കഴുത്ത് നീട്ടിക്കൊണ്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു സമയത്ത് ഭയങ്കരമായ മഴയുണ്ടായി. അപ്പൊ ഈ ഒട്ടകം ഇരിക്കുന്ന സ്ഥലത്ത് മഴയില്ല, ഈ കഴുത്ത് പോകുന്ന സ്ഥലത്ത് മഴയുണ്ട്. അങ്ങനെ അസഹ്യമായ മഴയായ സമയത്ത് ഈ ഒട്ടകത്തിന്റെ കഴുത്ത് അവിടെയുള്ള ഒരു ഗുഹയ്ക്കകത്ത് ഈ ഒട്ടകം തല മാത്രം ഒളിപ്പിച്ചു വെച്ചു. ആ സമയത്ത് വിശന്ന് വലഞ്ഞ ഒരു കൂട്ടം കുറുക്കന്മാര് ആ ഗുഹയ്ക്കകത്ത് വരികയും ഈ ഒട്ടകത്തിന്റെ തല കഴുത്തിൽ കടിക്കുകയും അവസാനം ഈ ഒട്ടകത്തിന്റെ കഴുത്ത് ഈ കുറുക്കന്മാർക്ക് ആഹാരമാകുകയും ഈ ഒട്ടകം മരിച്ചു പോവുകയും ചെയ്തു. അപ്പൊ ഇതിൽ നിന്ന് ഭീഷ്മാചാര്യര് യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്, നമ്മൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒക്കെ നേടണമെങ്കിൽ അത് ഭൗതികമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ആധ്യാത്മികമായിക്കൊള്ളട്ടെ, ഏതായാലും നമ്മൾ മടിയന്മാരായി ഇരിക്കരുത്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ഭീഷ്മാചാര്യർ പഠിപ്പിച്ചു കൊടുത്ത ഒന്നാമത്തെ പോയിന്റ്. നമ്മൾക്ക് മടി പിടിച്ച് ലേസി ആയിട്ട് ഇരിക്കാൻ പാടില്ല. ഉണർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ആയിത്തീരാൻ പറ്റുകയുള്ളൂ. ഇനി രണ്ടാമത്തെ അത് ശാന്തിപർവത്തിൽ തന്നെ ആപദ്ധർമ്മ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. ആപദ്ധർമ്മ എന്ന് പറഞ്ഞാല് ഒരു ആപത്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കണം,
എന്നുള്ളതിനെ കുറിച്ചാണ്. അത് ഒരു ഭീഷ്മാചാര്യർ പറഞ്ഞു കൊടുത്തത് ഒരു 3 മത്സ്യങ്ങളുടെ കഥയാണ്. നമ്മൾ ഒന്നുകിൽ ഒരു ആപത്ത് വരുന്നതിനെ അതിനെ മുൻകൂട്ടി കണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒന്നുകിൽ ആദ്യമേ ഉറപ്പാക്കണം. 2, ആപത്തിൽ ഓൾറെഡി പെട്ടുപോയെങ്കിൽ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് രക്ഷപ്പെടണം. ഇത് രണ്ടും ചെയ്തില്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പൊ ഇത് രണ്ടാമത്തെ കഥ. അത് 3 മത്സ്യങ്ങളുടെ ഒരു കഥയാണ് ഭീഷ്മാചാര്യർ യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്. അതായത് ഒരു കുളത്തില് 3 മത്സ്യങ്ങൾ, വളരെ സുഹൃത്തുക്കളായ 3 മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഈ കുളത്തിൽ വെള്ളം കൂടുന്ന സമയത്ത് പാടങ്ങൾ നനയ്ക്കാനായിട്ട് പാടത്തിലേക്ക് വെള്ളം തുറന്നു വിടും. അങ്ങനെ ഒരു ദിവസം വന്ന് വെള്ളം തുറന്നു വിട്ടിട്ട് ഈ മീൻ പിടിക്കുന്നവരെല്ലാം അതിലുള്ള മീനുകളെല്ലാം പിടിക്കും. അങ്ങനെ ഒരു ദിവസം വെള്ളം തുറന്നു വിട്ടപ്പോൾ ഈ ഒന്നാമത്തെ മീൻ മറ്റ് 2 പേരെടുത്തും പറഞ്ഞു, നമ്മുടെ ഈ കുളത്തിലെ വെള്ളം കുറഞ്ഞു വരുന്നുണ്ടല്ലോ, നമുക്ക് ഇതാണ് പറ്റിയ സമയം, നമുക്ക് ആ ഒഴുക്കിന്റെ കൂടെ പോയി അപ്പുറത്തെ പാടത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞു. അപ്പം മറ്റേ 2 പേരും പറഞ്ഞു, അതിന്റെ ആവശ്യമുണ്ടോ, ഇപ്പം വെള്ളം അധികം കുറഞ്ഞില്ലല്ലോ, ഇനി വെള്ളം കുറച്ചും കൂടെ കുറഞ്ഞിട്ട് നമുക്ക് പോയാൽ പോരെ എന്ന് ചോദിച്ചു. പക്ഷേ ഈ ഒന്നാമത്തെ മീൻ അത് ചെയ്യിക്കൊണ്ടില്ല. അദ്ദേഹം ആ മീൻ ഈ ഒഴുക്കിന്റെ കൂടെ പോയി അടുത്ത നിലത്തിൽ പോയി. കുറച്ചു കഴിഞ്ഞ് ഈ രണ്ടാമത്തെ മീൻ ഈ മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങി. യഥാർത്ഥത്തിൽ കുടുങ്ങി, പക്ഷെ ആ വലയുടെ 2-3 ഇത് അദ്ദേഹത്തിന്റെ ഈ രണ്ടാമത്തെ മീനിന്റെ പല്ലുകൊണ്ട് കടിച്ച് പൊട്ടിച്ചു വെച്ചിരുന്നു. പക്ഷെ വലയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ട് അഭിനയിച്ചു. എന്നിട്ട് ഈ വലയെടുത്ത് നല്ല വെള്ളത്തിൽ കഴുകുന്ന സമയത്ത് ഈ രണ്ടാമത്തെ മീൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ 3-ാമത്തെ മീൻ മരിച്ചുപോയി. അപ്പോ ഭീഷ്മദേവൻ പറയുന്നത്, ഇതിൽ 1-ാമത്തെ മീൻ മുൻകൂട്ടി കണ്ടു, നേരത്തെ മനസ്സിലാക്കി എനിക്ക് ആപത്ത് വരാൻ പോവുകയാണ്, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെടണം എന്ന് 1-ാമത്തെ മീൻ നേരത്തെ മനസ്സിലാക്കി, നേരത്തെ രക്ഷപ്പെട്ടു. ഇനി 2-ാമത്തെ മീനോ? 2-ാമത്തെ മീൻ എന്ത് ചെയ്തു? വലയിൽ കുടുങ്ങി, പക്ഷേ അത് സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഈ വലയുടെ വള്ളികൾ സ്വന്തം പല്ല് കൊണ്ട് തന്നെ കടിച്ചു മുറിച്ച് ഞാൻ വലയിൽ കുടുങ്ങി എന്നുള്ള രീതിയിൽ അഭിനയിച്ചു. എന്നിട്ട് അടുത്ത തെളിവെള്ളത്തിലെത്തി അത് രക്ഷപ്പെട്ടു. പക്ഷെ ഈ 3-ാമത്തെ മീൻ ഇത് രണ്ടും ചെയ്തില്ല. അപ്പോ ഭീഷ്മാചാര്യൻ യുധിഷ്ഠിര മഹാരാജാവിനെ പഠിപ്പിക്കുന്നു, നമ്മൾക്ക് ഒരു ആപത്ത് വരാൻ പോകുന്നു എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ നമ്മൾ ആ ആപത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങൾ മെനയണം. ഇനി അഥവാ ആപത്തിൽ പെട്ടുപോയാൽ നമ്മൾ സമനില കൈവിടാതെ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കണം. ഇതാണ് 2-ാമത്തെ കഥ. ശാന്തിപർവ്വതത്തിലെ ഇതേ കണക്ക് ഭീഷ്മാചാര്യർ പറയുന്ന ഒരുപാട് നല്ല നല്ല പോയിന്റ്സ് ഉണ്ട്. ഞാനൊരു 3-4 എണ്ണമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഇനി അടുത്തത് 3-ാമത്തെ ഒരു കാര്യം, നമ്മുടെയൊന്നും കഴിവും എല്ലാം ഉള്ള ഒരു ശത്രുവുമായിട്ട് നമുക്ക് ഏറ്റുമുട്ടേണ്ടി വന്നാൽ എന്താണ് നമ്മൾ സ്വീകരിക്കേണ്ട നയം എന്ന് യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മാചാര്യന്റെ അടുത്ത് ചോദിക്കുകയുണ്ടായി. നമ്മുടെയൊന്നും ശക്തനായ ഒരു എതിരാളിയുമായിട്ട് നമ്മൾ ഏറ്റുമുട്ടേണ്ടി വന്നാൽ നമ്മൾ എന്ത് നയമാണ് സ്വീകരിക്കേണ്ടത് എന്നുള്ളതായിരുന്നു 3-ാമത്തെ ചോദ്യം. അപ്പൊ ഭീഷ്മാചാര്യര് വീണ്ടും നല്ലൊരു കഥ പറഞ്ഞു കൊടുത്തു. അതായത് ഒരു സമുദ്രവും ഗംഗയും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഒരു കഥ. അതായത് സമുദ്രം ഗംഗയുടെ അടുത്ത് ചോദിച്ചു, നീ ഒഴുകി വരുന്ന വഴി, ഗംഗ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഗംഗയുടെ ഒഴുക്കിന് ഭയങ്കര സ്പീഡാണ്. അപ്പം
ഈ സ്പീഡിൽ വരുമ്പോഴത്തേക്ക് അതിന്റെ പാതയിൽ നിൽക്കുന്ന മരങ്ങള്, വൃക്ഷങ്ങള്, അല്ലെങ്കിൽ തടിക്കമ്പുകള്, ഇതിനെല്ലാം കൊണ്ടാണ് ഗംഗ സമുദ്രത്തിൽ ഒഴുകിയെത്തുന്നത്. സമുദ്രം ചോദിച്ചു, ഗംഗയുടെ തീരത്ത് ഒരുപാട് മുളക്കമ്പുകൾ നിൽക്കാറുണ്ടല്ലോ, മുള. പക്ഷെ ഒറ്റ മുളയെ പോലും ഗംഗ ഇങ്ങനെ കൊണ്ടുവരുന്നത് കണ്ടിട്ടില്ലല്ലോ. എപ്പോഴും വരുമ്പോഴും മരങ്ങളും വൃക്ഷങ്ങളും തടികളും ഒക്കെയാണല്ലോ കണ്ടുന്നത്. ഒരു മുളക്കമ്പിനെ കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് സമുദ്രം ഗംഗയുടെ അടുത്ത് ചോദിച്ചു. അപ്പോ ഗംഗ പറഞ്ഞു, അത് മുളയ്ക്ക് ഒരു കഴിവുണ്ട്. അത് അതിന്റെ സമയം വരുമ്പോൾ, ആപത്ത് വരുമ്പോൾ അത് വളയും, ബെൻഡ് ചെയ്യും, ഫ്ലെക്സിബിൾ ആവും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മുള ഒരു കാറ്റടിച്ചാൽ തന്നെ, വലിയൊരു കാറ്റടിച്ചാൽ തന്നെ അത് ബെൻഡായങ്ങ് പോകും. അപ്പൊ ഇതേ കണക്ക് വലിയ ഒരു ഒഴുക്ക് വരുമ്പം മുള ബെൻഡ് ചെയ്ത് ഇങ്ങ് നിൽക്കും. പിന്നെ എപ്പോ റൈസ് ചെയ്യും? ഈ ആപത്ഘട്ടം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് പതുക്കെ റൈസ് ചെയ്യും. അപ്പൊ നമ്മളെ നിന്നും കരുത്തനായ ഒരു എതിരാളിയുടെ നിന്ന് നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ ഫ്ലെക്സിബിൾ ആവണം. അതല്ല എന്ന് ഉദ്ദേശിച്ചാൽ, ഫ്ലെക്സിബിൾ എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ മിണ്ടാതെ ഇരിക്കണം. എന്താണ് ശത്രു അല്ലെങ്കിൽ എതിരാളി നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി ആ സമയത്ത് നമ്മൾ ഉടൻ തിരിച്ചടിക്കാൻ നിൽക്കരുത്. നമ്മൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് കുറെ കഴിഞ്ഞ് ഈ ഇൻസൾട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും വി ഷുഡ് റൈസ് ടു ദി സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് മൂന്നാമത്തെ കഥ. മൂന്നാമത്തെ കഥ എന്ന് പറഞ്ഞാൽ, ഒരു ശത്രു ശക്തനായ എതിരാളിയാണെങ്കിൽ എന്ത് ചെയ്യണം? അതിന്റെ ഉത്തരം, നമ്മൾ ആദ്യം സമാധാനമായിട്ടിരിക്കണം, ഫ്ലെക്സിബിൾ ആവണം. എന്നിട്ട് ഈ ഇൻസൾട്ട് കുറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ വീണ്ടും പഴയ രീതിയിൽ വന്ന് അതിനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഉടനെ പ്രതികരുത്. ഇമോഷണൽ ഇന്റലിജൻസിൽ ഉടനെ പ്രതികരിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇതെന്ന് പറഞ്ഞാല് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. അതിനെക്കുറിച്ച് ഉള്ള ഒരു യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുത്തതാണ് ഭീഷ്മാചാര്യർ. നമുക്കറിയാം, നമുക്ക് ഓരോ ദിവസവും നമ്മൾ പലർക്കും പല സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. പലരും നമുക്ക് പല സഹായങ്ങളും ചെറിയതായാലും വലുതായാലും ചെയ്തു തരാറുണ്ട്. പക്ഷെ നമ്മൾ എത്ര ചെറിയ ഒരു സഹായമാണ് ചെയ്തു തന്നിരുന്നാലും നമ്മൾ അവരടുത്ത് നന്ദിയുള്ളവരായിരിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് അത് ഒരു വളരെ ആവശ്യമുള്ള ഒരു ഘടകമാണെന്നാണ് ഭീഷ്മാചാര്യർ യുധിഷ്ഠിരന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തത്. അതിനും അദ്ദേഹം ഒരു ബ്രാഹ്മണന്റെ കഥ പറഞ്ഞു കൊടുത്തു. അതായത് ഒരു ഗ്രാമത്തില് ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. ഗൗതം എന്നാണ് ആ ബ്രാഹ്മണന്റെ പേര്. ഇതെല്ലാം ശാന്തിപർവ്വത്തിലുള്ള കഥകൾ തന്നെയാണ് കേട്ടോ. അപ്പൊ ഗൗതം എന്നാണ് ഈ ബ്രാഹ്മണന്റെ പേര്. അപ്പൊ ബ്രാഹ്മണന് ജീവിക്കാനുള്ള വലിയ സാമ്പത്തിക ചുറ്റുപാടൊന്നുമില്ല. അങ്ങനെ ഈ ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഭിക്ഷ എടുത്തായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സ്വന്തം ഗ്രാമത്തിൽ നിന്ന് ഭിക്ഷയൊന്നും കിട്ടാതിരുന്നപ്പോൾ തൊട്ടടുത്തുള്ള ഗ്രാമത്തിൽ പോയി. പക്ഷെ തൊട്ടടുത്ത ഗ്രാമത്തിലോ എല്ലാം കള്ളന്മാരായിരുന്നു, വലിയ കള്ളന്മാര്. അപ്പം ഈ ബ്രാഹ്മണൻ ഏറ്റവും ആദ്യം ചെന്ന് ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ കള്ളന്റെ വീട്ടിലാണ് ചെന്ന് കൊട്ടി ഭിക്ഷ ചോദിച്ചത്. അപ്പൊ ആ കള്ളൻ വന്ന് പറഞ്ഞു, നീ എന്തിനാണ് ഇങ്ങനെ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നത്? ഞങ്ങളുടെ കൂടെ കൂടൂ, നിനക്ക് ആവശ്യത്തിലധികം പൈസ കിട്ടും, ഞങ്ങളുടെ കൂടെ കൂടിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രാഹ്മണൻ ഇത് കേട്ടിട്ട് അദ്ദേഹം ഭിക്ഷയൊക്കെ ഉപേക്ഷിച്ച് വീണ്ടും മോഷ്ടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറെ നാളിങ്ങനെ കഴിഞ്ഞു പോയി. ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി, മോഷ്ടിച്ച് ഒരുപാട് പൈസയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഈ ഗൗതം എന്ന് പറയുന്ന ബ്രാഹ്മണന്റെ യഥാർത്ഥ ഗ്രാമത്തിൽ നിന്നുള്ള ഒരാള് ഈ കള്ളന്മാരുടെ ഗ്രാമത്തിൽ വന്ന് ഈ ഗൗതമനെ കാണാനിടയായി. അപ്പൊ ചോദിച്ചു, താങ്കൾ എന്താണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? താങ്കൾ ഒരു ബ്രാഹ്മണനല്ലേ? ബ്രാഹ്മണന് കുറെ ധർമ്മങ്ങളില്ലേ?
ആ ധർമ്മങ്ങളിൽ നിന്നൊക്കെ വ്യതിചലിച്ച് ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഗൗതം പറഞ്ഞു, ഇല്ല, ഞാൻ എല്ലാം ഞാൻ നിർത്താൻ പോവാണ്. പിന്നെ എനിക്ക് കുറച്ച് കമ്മിറ്റ്മെന്റ്സും കൂടെ, കുറച്ച് കാര്യങ്ങളും കൂടെ ഉള്ളു. അത് ഞാൻ അതും കൂടെ ആയിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഈ ജോലിയെല്ലാം, ഈ ഇത്തരത്തിലുള്ള എൻ്റെ ജോലിയെല്ലാം ഞാൻ നിർത്തും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ദൂരെ ഒരു ഗ്രാമത്തിലേക്ക് പോവുകയാണ്. ആ ഗ്രാമത്തിൽ പോയി തിരിച്ചു വന്നാൽ ഞാൻ എൻ്റെ ഈ മോഷ്ടിക്കുന്ന ജോലിയെല്ലാം ഞാൻ നിർത്തി തിരിച്ച് എൻ്റെ ഗ്രാമത്തിൽ തന്നെ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇദ്ദേഹം ഈ രണ്ടാമത്തെ ഗ്രാമത്തിൽ നിന്ന് വീണ്ടും വളരെ ദൂരെയുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടന്നു ഗൗതമൻ. അങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ഒരു വലിയ കൂറ്റൻ ആൽമരം കണ്ടു. അപ്പൊ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ ദാഹിച്ച് വലഞ്ഞ് അങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് അവിടെ ഒരു വളരെ സാത്വികനായ ഒരു കൊക്കുണ്ടല്ലോ, കൊക്ക് ഈ ബ്രാഹ്മണനായ ഗൗതമന്റെ അടുത്ത് വന്നിട്ട് കൊക്ക് നോക്കിയപ്പോ സംസാരിക്കാൻ തുടങ്ങുന്നു. കഴുത്തിലൊരു മാലയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊക്ക് ചോദിച്ച്, അങ്ങ് ആരാണ്? അങ്ങ് ഇത് എൻ്റെ വീടാണ്, ഈ ആൽമരമാണ് എൻ്റെ വീട്. എൻ്റെ വീട്ടിൽ അങ്ങ് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങ് എൻ്റെ അതിഥിയാണ്. അങ്ങ് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ കൊക്ക് തന്നെ പരിചയപ്പെടുത്തി, എൻ്റെ പേര് രാജധർമ്മൻ എന്നാണ്. കൊക്കിന്റെ പേര് രാജധർമ്മൻ. അങ്ങനെ അപ്പൊ ഗൗതമൻ എന്ന ബ്രാഹ്മണൻ പറഞ്ഞു, എനിക്ക് നല്ല സമ്പാദ്യം വേണം, പൈസ വേണം, സ്വർണം വേണം, രത്നങ്ങൾ വേണം, ഇതെല്ലാം വേണം എന്ന് കൊക്കിന്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ കൊക്ക് പറഞ്ഞു, അതിനെന്താ? രാജധർമ്മൻ, കൊക്കിന്റെ പേര് രാജധർമ്മൻ. രാജധർമ്മൻ പറഞ്ഞു, അതിനെന്താ, ആകാമല്ലോ എന്ന് പറഞ്ഞ് ഇദ്ദേഹം ഒരു രാക്ഷസന്മാരുടെ ഒരു രാജാവുണ്ട്, ആ രാജാവിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. ഈ കൊക്ക് എല്ലാ ദിവസവും ബ്രഹ്മാവിനെ കാണാൻ പോകും. ഓരോ ദിവസവും ബ്രഹ്മാവിനെ കാണാൻ പോകും. എന്നിട്ട് ഈ രാക്ഷസന്മാരെയും കാണാൻ പോകും. അങ്ങനെ എൻ്റെ അടുത്തൊരു സുഹൃത്താണ് ഈ രാക്ഷസൻ. ആ രാക്ഷസനെ പോയി കണ്ടു കഴിഞ്ഞാൽ നിനക്ക് ആവശ്യത്തിലധികം പൈസയും സ്വർണവും രത്നങ്ങളും എല്ലാം കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊക്ക് ഈ ബ്രാഹ്മണൻ, ഗൗതമൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ ഈ രാക്ഷസന്മാരുടെ രാജാവിനെ പോയി കണ്ടു. അപ്പൊ രാജാവിനെ കണ്ടപ്പോൾ രാജാവ് പറഞ്ഞു, ആവശ്യമുള്ളതെല്ലാം നിനക്ക് എടുക്കാം. ഇദ്ദേഹം ഒരു ചാക്കില് സ്വർണവും പൈസയും രത്നങ്ങളും വൈഡൂര്യങ്ങളും എല്ലാം ഈ ചാക്കിൽ എത്രയൊക്കെ കൊള്ളാമോ അത്രയും കെട്ടി നിറച്ച് തിരിച്ച് നടന്നു വന്നു. വീണ്ടും തിരിച്ച് നടക്കാൻ തുടങ്ങി. തിരിച്ച് നടന്നു വന്നപ്പോൾ ഈ ആൽമരത്തിന്റെ ചുവട്ടിൽ വീണ്ടും വന്നു. അപ്പം ഈ രാജധർമ്മൻ എന്ന് പറയുന്ന കൊക്ക് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ കൊക്ക് ചോദിച്ചു, നിന്റെ ആഗ്രഹം എല്ലാം നടന്നോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞ്, നടന്നു, വളരെ നന്ദിയുണ്ട്, ഞാൻ എല്ലാം എൻ്റെ ഈ മോഷണമെല്ലാം ഞാൻ നിർത്തി എൻ്റെ ഗ്രാമത്തിലേക്ക് ഇനി ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ഈ ഗൗതമൻ അവിടെ ചാരിയിരുന്നു. അപ്പൊ ചാരിയിരുന്ന ആൽമരത്തിൽ ചാരിയിരുന്ന് ആലോചിച്ച്, ഞാൻ ഇനി എൻ്റെ നാട്ടിലെത്തണമെങ്കിൽ ഒരു ദിവസമെങ്കിലും നടക്കണം, അതുവരെ എനിക്ക് കഴിക്കാൻ ഭക്ഷണമൊന്നുമില്ല. ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് നോക്കിയപ്പോ ഈ കൊക്കിനെ തന്നെ, ഈ രാജധർമ്മനെ തന്നെ കൊന്നുകളഞ്ഞാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ കൊക്ക്, അദ്ദേഹത്തിനെ സഹായിച്ച ഈ രാജധർമ്മൻ എന്ന് പറഞ്ഞ കൊക്കിനെ തന്നെ പിടിച്ചു കൊന്ന് അതിൻ്റെ മാംസം കയ്യിലെടുത്ത് വെച്ച് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രാജധർമ്മൻ ബ്രഹ്മാവിന്റെ സദസ്സിലും ഈ രാക്ഷസന്റെ സദസ്സിലും ഒന്നും ചെല്ലാതിരുന്നപ്പോൾ അവർക്ക് സംശയം തോന്നി. ഇത് രാജധർമ്മൻ എന്ത് പറ്റി? ഇത്രയും സാത്വികനായ ഒരു മനുഷ്യനാണല്ലോ, കൊക്കാണല്ലോ, എന്ത് പറ്റി കൊക്കിന് എന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നപ്പോൾ അവർ മനസ്സിലാക്കി, ഈ ഗൗതമൻ എന്ന് പറഞ്ഞ ആള് എന്ന ബ്രാഹ്മണൻ ഈ കൊക്കിനെ കൊന്നതാണ് എന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ രാക്ഷസൻ ഗൗതമനെ പിടിച്ച് കെട്ടിയിട്ട് നരഭോജികളായ
ഈ കാട്ടാളന്മാരുടെ ഇടയിലേക്ക് കൊണ്ട് എറിഞ്ഞു കൊടുത്തു. അപ്പോ അവര് പറഞ്ഞു, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള മാംസങ്ങളും കഴിക്കും, പക്ഷേ നന്ദികേട് കാണിച്ച ഒരാളിന്റെ മാംസം ഞങ്ങൾ കഴിക്കില്ല എന്ന് പറഞ്ഞു അവരാരും തൊട്ടില്ല. അത് കഴിഞ്ഞ് ഈ രാക്ഷസന്മാര് തന്നെ എല്ലാവരും ഇയാളെ നിങ്ങളെ എടുത്തോ, വെട്ടി നുറക്കി കഴിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ രാക്ഷസന്മാരും പറഞ്ഞു, ഇല്ല, നന്ദി കെട്ട ഒരാളുടെ ശരീരം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങനെ വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിന് സമയത്ത് അവിടെ അത് ആകാശത്തിൽ നിന്ന് ഒരു സുരഭി പശു വന്ന്, സുരഭി പശുവിന്റെ 2 തുള്ളി പാല് ഈ കൊക്കിന്റെ ശരീരത്തിൽ വീണപ്പോൾ കൊക്ക് പുനരുജ്ജീവിച്ചു. കൊക്കിന് ജീവൻ തിരിച്ചു കിട്ടി. കൊക്കിന് ജീവൻ തിരിച്ചു കിട്ടി ഉടനെ തന്നെ ഈ ഗൗതമന്റെ അടുത്ത് ചോദിച്ചു, അങ്ങയുടെ കാര്യമെല്ലാം സാധിച്ചില്ലേ, അപ്പം എൻ്റെ അടുത്ത് നന്ദിയില്ലേ എന്ന് ചോദിച്ചു. ഇത് കേട്ട ഗൗതമൻ ആകപ്പാടെ അമ്പരന്ന് പോയി. ഞാൻ കൊന്നിട്ട് പോലും എൻ്റെ അടുത്ത് ഇത്ര നല്ല രീതിയിൽ പെരുമാറുന്നല്ലോ എന്ന് വിചാരിച്ചു, ഈ ഗൗതമൻ വിചാരിച്ചു. അങ്ങനെ അപ്പോഴാണ് പറഞ്ഞ് മനസ്സിലാക്കിയത്, ഈ കൊക്ക് പറഞ്ഞു കൊടുത്തു, ഞാൻ ഒരിക്കൽ ഒരാളുമായിട്ട് സുഹൃത്തായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം മുഴുവൻ സുഹൃത്തായിരിക്കുകയും വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പൊ ഭീഷ്മാചാര്യർ ഈ കഥയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്നത്, നമുക്ക് ഒരാള് എത്ര ചെറിയ ഒരു സഹായമാണ് ചെയ്യുന്നതെങ്കിൽ പോലും അയാളടുത്ത് നമ്മൾ എന്നും കടപ്പെട്ടവനായിരിക്കണം. വലിയ സഹായമല്ല, ഏറ്റവും ചെറിയ സഹായമായി കഴിഞ്ഞാൽ തന്നെ കടപ്പെട്ടിരിക്കണം എന്നാണ് ഇതിൽ നിന്ന് ഭീഷ്മാചാര്യർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഭീഷ്മാചാര്യർ ശരശയ്യയിൽ കിടക്കുകയാണ്. ശരശയ്യയിൽ കിടക്കുന്ന സമയത്താണ് യുധിഷ്ഠിരന് ഈ ഉപദേശങ്ങളെല്ലാം കൊടുക്കുന്നത്. യുധിഷ്ഠിരന് ആക്ച്വലി ഉപദേശം കൊടുക്കാൻ കാരണം തന്നെ ഭഗവാൻ ഉപദേശം കൊടുക്കാമായിരുന്നു. ഭഗവത്ഗീത തുടങ്ങുന്നതിന് മുമ്പ് അർജുനൻ ഇതേ കണക്ക് മായയ്ക്ക് അടിമപ്പെട്ട് എനിക്കിനി യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ അർജുനനെ ഭഗവത്ഗീത ഉപദേശിച്ച് യുദ്ധം ജയിപ്പിച്ചു. അർജുനൻ യുദ്ധം ജയിച്ചു. അപ്പൊ അതേ ഭഗവാൻ തന്നെ യുധിഷ്ഠിരൻ യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന് വളരെ സങ്കടമായി. എന്തുകൊണ്ടാണ്? എൻ്റെ ബന്ധുമിത്രാദികളെ എല്ലാം ഞാൻ കൊന്നു, വളരെ കുറച്ചു പേരെ ശേഷിക്കുന്നുള്ളൂ, അത് എൻ്റെ സഹോദരങ്ങൾ. അപ്പോ ഇതിൻ്റെ എല്ലാം പാപം എനിക്ക് കിട്ടില്ലേ? അപ്പം സാധാരണ യുദ്ധം ജയിച്ചു കഴിഞ്ഞാൽ വളരെ സന്തോഷമായിട്ടിരിക്കേണ്ട യുധിഷ്ഠിരൻ വളരെ വിഷമിച്ചിരിക്കുന്ന കണ്ട് ഭഗവാൻ വീണ്ടും ഈ അർജുനനെ ഉപദേശിച്ച കണക്ക് ഉപദേശിച്ചു. പക്ഷേ ഭഗവാന്റെ ഉപദേശം കേട്ടിട്ടും യുധിഷ്ഠിരന്റെ വിഷമം മാറിയില്ല. ഇങ്ങനെയാണ് ഭഗവാൻ. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, ഭഗവാൻ വിചാരിച്ചാൽ മാറാവുന്നതല്ലേ ഉള്ളൂ. പിന്നെ എന്തുകൊണ്ട് ഭഗവാൻ ഈ യുധിഷ്ഠിരനെയും വിളിച്ച് ഭീഷ്മന്റെ അടുത്ത് പോയി, അല്ലേ? അപ്പൊ ഭഗവാന് തൻ്റെ ഭക്തന് ഒരു മേൽക്കൈ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് യുധിഷ്ഠിരനെ വിളിച്ച് ഭഗവാൻ ഭീഷ്മ പിതാമഹന്റെ അടുത്ത്, ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മ പിതാമഹന്റെ അടുത്ത് ചെന്നത്. ഇപ്പൊ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് പോകുന്നതിന് മുമ്പ് തന്നെ ഭഗവാൻ അർജുനന്റെ അടുത്ത് പറഞ്ഞിരുന്നു, നീ വളരെ നല്ലവണ്ണം നല്ല വേഷത്തിൽ ഒരു രാജാവിനെ കണക്ക് എല്ലാ ആഡംബരങ്ങളുമായിട്ട് വേണം ഭീഷ്മസേനനെ കാണാൻ, ഭീഷ്മ പിതാമഹനെ കാണാൻ വരേണ്ടത് എന്ന് പറഞ്ഞു. അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ്, ദ്രൗപദി, ശ്രീകൃഷ്ണ ഭഗവാൻ, അപ്പം ഇവരെല്ലാരും യുധിഷ്ഠിരൻ ഭീഷ്മ പിതാമഹൻ ഉത്തരായനം വരുന്നതും കാത്ത്, അതായത് ഭീഷ്മ പിതാമഹന് ഈ സ്വന്തം അച്ഛനായ ശന്തനു മഹാരാജാവ് ഒരു വരം കൊടുത്തിട്ടുണ്ട്, അങ്ങേക്ക് ഇച്ഛാമൃത്യു ഞാൻ വരമായി തരുന്നു. അതായത് അങ്ങ് എപ്പോൾ വിചാരിക്കുന്നുവോ അപ്പോൾ മാത്രമേ അങ്ങയുടെ മരണം സംഭവിക്കുകയുള്ളൂ എന്ന്
ഉള്ള ഒരു വരം ശന്തനു മഹാരാജാവ് ഭീഷ്മസേനൻ ഈ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് കൊടുക്കുകയുണ്ടായി. അപ്പം ഭീഷ്മാചാര്യൻ ഇത്രയും അസ്ത്രങ്ങളെല്ലാം കിട്ടി ഉണ്ടെങ്കിൽ ശരശയ്യയിൽ കിടക്കുകയാണെങ്കിലും മരിക്കുന്നില്ല. കാരണം അദ്ദേഹം വിചാരിക്കണം മരണം സംഭവിക്കും. അപ്പോൾ ഉത്തരായനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട് 8ാമത്തെ അധ്യായത്തിൽ, ഉത്തരായനത്തിൽ മരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് തിരിച്ച് വരേണ്ടതില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉത്തരായനവും കാത്ത് കിടക്കുന്ന സമയത്താണ് ഈ ഭഗവാനും ദ്രൗപദി, യുധിഷ്ഠിര മഹാരാജാവ്, പിന്നെ ആ ശ്രേഷ്ഠനായ സന്യാസിമാര് സുഖദേവ് ഗോസ്വാമി ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനം വസിഷ്ഠ മഹർഷി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. വസിഷ്ഠ മഹർഷിയാണ് ശപഥം ചെയ്ത് ഭീഷ്മനെ ഈ താഴെ കൊണ്ടുവന്നത്. ആ വസിഷ്ഠ മഹർഷി പോലും ഈ സമയത്ത് ഭീഷ്മപിതാമഹൻ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് അതില് പ്രധാനമായിട്ട് 6 ക്വസ്റ്റ്യൻസ് ആണ്. അതാണ് നമ്മൾ ഷഡ് പ്രശ്നി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യനിലാണ് നമ്മുടെ വിഷ്ണു സഹസ്രനാമം പറയുന്നത്. അപ്പൊ നമ്മളിവിടെ ആലോചിക്കേണ്ട ഒരു കാര്യം, ഒരാള് മരിക്കാൻ 1 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ഉണ്ട് എന്നുള്ള സമയത്താണ് വിഷ്ണു സഹസ്രനാമം രചിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിക്കണം, എത്ര ഭീഷ്മപിതാമഹന്റെ ആ കോൺഷ്യസ്നെസ് എത്ര ഒരു ഹയർ കോൺഷ്യസ്നെസ് ആണ് എന്ന് ആലോചിച്ച് നോക്കണം. നമ്മളൊക്കെ മരിക്കാൻ നേരത്ത് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാൻ പറ്റില്ല. ഭീഷ്മപിതാമഹൻ മരിക്കുന്നതിന് 1 മിനിറ്റ് മുമ്പാണ് ഈ വിഷ്ണു സഹസ്രനാമം സ്വന്തമായിട്ട് രചിച്ചത്. അപ്പൊ അവസാനമായിട്ട് ഈ 3 പേര്, അതായത് കൃഷ്ണ ഭഗവാൻ, ദ്രൗപദി, യുധിഷ്ഠിരൻ, ഭീഷ്മപിതാമഹൻ കണ്ണടയ്ക്കുന്നതിന് മുമ്പ് തന്നെ ഈ 3 പേരെയും കണ്ടു. അപ്പൊ 3 പേര് 3 കാര്യങ്ങളാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നാണ് ആചാര്യന്മാർ ഇവിടെ പറയുന്നത്. അതായത് ദ്രൗപദിയെ കണ്ടപ്പോൾ ഭീഷ്മാചാര്യന് വളരെ സങ്കടമുണ്ടായി. ഭയങ്കര ദ്രൗപദി എന്ത് റെപ്രസെന്റ് ചെയ്യുന്നു? ഭീഷ്മാചാര്യര് താൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർമ്മ വന്നു ദ്രൗപദിയെ കണ്ടപ്പോൾ. അപ്പൊ ദ്രൗപദിയെ അവസാനത്തെ നിമിഷത്തിൽ ശരശയ്യയിൽ കിടക്കുന്ന സമയത്ത് കണ്ടപ്പോൾ ദ്രൗപദിക്ക് ഭീഷ്മപിതാമഹന്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ ദ്രൗപദി അവിടെ വെച്ച് ചോദിക്കുകയുണ്ടായി, അങ്ങ് ഇന്ന് ധർമ്മത്തിനെ കുറിച്ച്, കുലധർമ്മം, ക്ഷത്രിയധർമ്മം, സ്ത്രീധർമ്മം, ദാനധർമ്മം, ഇതിനെക്കുറിച്ചെല്ലാം അങ്ങ് ഇന്ന് പറയുന്നുണ്ടല്ലോ. അന്ന് എന്നെ ഒരു അസത് സഭയിൽ വെച്ച് വസ്ത്രാക്ഷേപം ചെയ്ത സമയത്ത് അങ്ങ് ഈ ധർമ്മത്തിനെ കുറിച്ച് ഒന്നും സംസാരിച്ചില്ലല്ലോ എന്ന് ദ്രൗപദി അവിടെ വെച്ച് ചോദിച്ചു. അപ്പോ ഭീഷ്മപിതാമഹൻ പറഞ്ഞു, അന്ന് എൻ്റെ ശരീരത്തിൽ ഓടിയിരുന്ന രക്തം ദുര്യോധനന്റെ ഭക്ഷണത്തിൽ നിന്നുണ്ടായിരുന്നതാണ്. അതുകൊണ്ട് എനിക്ക് അന്ന് ധർമ്മത്തിനെ കുറിച്ച് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇന്ന് നിന്റെ ഭർത്താവായ അർജുനന്റെ അമ്പുകൾ കൊണ്ട് ആ രക്തം അത്രയും വാർന്നു പോയി. ഇന്ന് എൻ്റെ ശരീരത്തിൽ ആ ദുര്യോധനന്റെ ഭക്ഷണം കഴിച്ചിട്ടുള്ള രക്തമില്ല. അതുകൊണ്ട് എനിക്ക് ഇന്ന് ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കാം എന്ന് ഭീഷ്മപിതാമഹൻ പറഞ്ഞു. അപ്പം ഭീഷ്മപിതാമഹൻ ദ്രൗപദിയെ കാണുന്നതിലൂടെ നമ്മൾ ചെയ്ത തെറ്റുകളെയാണ് ഓർമ്മിക്കപ്പെട്ടത്. ഇനി യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടപ്പോഴോ? യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടപ്പോഴ് ഭീഷ്മപിതാമഹന് വളരെ സന്തോഷം തോന്നി. നല്ല ഗോർജിയസ് ആയിട്ട് ഡ്രസ് ചെയ്ത ഒരു രാജാവ്. ഭീഷ്മപിതാമഹൻ അത് തന്നെയാണ് ഉദ്ദേശിച്ചിരുന്നത്. ധർമ്മത്തിനെ അനുകൂലിക്കുന്ന അതായത് ഇനിയത്തെ ഭരണം ഒരു ശ്രേഷ്ഠമായ കൈകളിലാണ് എത്തിച്ചത്
എന്നുള്ള സംതൃപ്തി ഭീഷ്മ പിതാമഹന്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അപ്പം രണ്ടാമത് യുധിഷ്ഠിര മഹാരാജാവിനെ കണ്ടപ്പോൾ എന്തൊക്കെയോ നല്ലത് സംഭവിച്ചു, സംഭവിച്ചതെല്ലാം നല്ലത് എന്ന് വിചാരിച്ച് മനസ്സ് തൃപ്തിയായി. ഇനി അടുത്തതായിട്ട് കൃഷ്ണ ഭഗവാൻ, പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ. ശ്രീകൃഷ്ണ ഭഗവാൻ ശരീരം കൊണ്ട് തെറ്റ് ചെയ്ത ഭീഷ്മാചാര്യനെ ശരശയ്യയിൽ കിടത്തി. എന്നിരുന്നാലും ഭീഷ്മാചാര്യൻ ചെയ്ത ഡിവോഷണൽ സർവീസ്, ഭക്തിയുത സേവനത്തിന്റെ പാരിതോഷികം എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മരണസമയത്ത് അവിടെ പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ ഭീഷ്മാചാര്യന്റെ അടുത്ത് വന്നു. അപ്പോ അത് ഗ്രാറ്റിറ്റ്യൂഡ്. ഭീഷ്മാചാര്യൻ കൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ അത് ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു നന്ദിയാണ് ഭീഷ്മാചാര്യന്റെ മനസ്സിൽ തോന്നിയത്. ഭീഷ്മാചാര്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് വളരെ 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 പാഠങ്ങൾ നൽകുന്ന ഒന്നാണ്. ഭീഷ്മാചാര്യൻ തൻ്റെ ശരീരം കൊണ്ട് കൗരവർക്ക് സഹായം ചെയ്തു. തൻ്റെ മനസ്സ് എപ്പോഴും അർജുനന്റെ കൂടെയായിരുന്നു. എന്നാൽ ആത്മാവ് പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാനും ആയിരുന്നു. അത് ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഭീഷ്മ പിതാമഹൻ കണ്ണടച്ചു. അപ്പൊ നമ്മളിവിടെ ആലോചിക്കേണ്ടത്, മരണം, നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഉറങ്ങുന്നതും ഒരു വിധത്തിൽ പറഞ്ഞാൽ മരണമാണ്. അപ്പൊ നമ്മള് ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ അന്ന് എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത്? ദ്രൗപദിയെ ഓർക്കുമ്പോൾ ഭീഷ്മ പിതാമഹന് തോന്നിയത്, നമ്മൾ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു? രണ്ടാമത്, നമ്മൾ ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ലത് ചെയ്തു കൊടുത്തോ? മൂന്നാമത്, നമ്മൾക്ക് ഇന്ന് ഒരുപാട് സഹായങ്ങൾ കിട്ടിയല്ലോ, അതിന് നമ്മൾ നന്ദി ഭഗവാന്റെ അടുത്ത് പറഞ്ഞോ? ഈ 3 കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ചിന്തിക്കണം. ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പ്രഭു ഒരുപാട് കഥകളെല്ലാം കേൾക്കാത്ത കഥകളായതല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. വളരെ വളരെ സന്തോഷമായി. പിന്നെ ഭീഷ്മ പിതാമഹൻ കാണിച്ചതും ധർമ്മമല്ലേ. അദ്ദേഹം ആഹാരം കഴിച്ചത് പിന്നെ ദുര്യോധനന്റെ. അപ്പം അതിനൊരു ധർമ്മം കാണിക്കണ്ടേ? കാരണം ആഹാരം അദ്ദേഹത്തിന്റെ. അപ്പൊ അതിന്റെ കൂടെ നിൽക്കണമല്ലോ, അതാണല്ലോ ധർമ്മം. അല്ല, ഞാൻ ഏറ്റവും അവസാനം ഒരു കാര്യം പറയാം, പിന്നെ ഏറ്റവും അവസാനം പറയാമെന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം, അത് ഞാനിപ്പം മാതാജി ഇപ്പൊ ചോദിച്ചുകൊണ്ട് പറയാൻ വിട്ടുപോയതാണ്. ആക്ച്വലി നമുക്കെല്ലാം ഒരു സംശയം തോന്നുന്നു. ഇത്രയും വലിയ ഒരു മഹാജനായ ഭീഷ്മ പിതാമഹൻ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് കൗരവരുടെ കൂടെ നിന്നു? അത് ഭഗവാന്റെ ഒരു പ്ലാൻ ആയിരുന്നു. ഭഗവാൻ ഇതിൽ കൂടി നമുക്ക് കാണിച്ചു തരികയാണ് എത്രയൊക്കെ അറിവുണ്ട്, ജ്ഞാനമുണ്ട്, ശക്തിയുണ്ട്, ഇതെല്ലാം ഉണ്ടായിരുന്നാലും അധർമ്മത്തിന്റെ കൂടെ നിന്നാൽ എപ്പോഴും തോൽവി മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അത് ഈ പാഠം നമുക്ക് സാധാരണ ജനങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഭീഷ്മ പിതാമഹനെ ഭഗവാനെല്ലാം അറിയാമല്ലോ. നാളെ എന്ത് സംഭവിക്കും, ഇന്നെന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നലെ എന്ത് സംഭവിച്ചു, ഇതെല്ലാം ഭഗവാൻ അറിയാം. അപ്പം ഭഗവാൻ അതിനു വേണ്ടിയാണ് ഭീഷ്മ പിതാമഹനെ ഇങ്ങനെ ഒരു നാടകത്തില് ഒരു കഥാപാത്രമാക്കിയത്. അതൊരു നല്ല പാഠമാണ്, നല്ല പാഠമാണ്. അതെ, ഹരേ കൃഷ്ണ പ്രഭു, വളരെ നന്ദി. നല്ല ഇതായിരുന്നു. 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. ഹരേ കൃഷ്ണ. സൂപ്പർ ക്ലാസ് ആയിരുന്നു പ്രഭു. വളരെ നല്ല ഗംഭീരമായ കഥകളും ഒരിക്കലും കേൾക്കാത്ത കഥകളും ഒക്കെ നന്നായിരുന്നു. നല്ല ഇൻസൈറ്റ്സ് പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടി. വളരെ വളരെ നന്ദി പ്രഭുജി. പ്രഭു, എനിക്ക് ഒരു ഡൗട്ട് ഞാൻ നേരെ കേട്ടില്ല. ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഓർക്കേണ്ട 3 കാര്യങ്ങൾ ഡെയിലി എന്ന് പ്രഭു പറഞ്ഞതില് എനിക്ക് ചെറുതായിട്ടൊന്ന് അതായത്
ഭീഷ്മാചാര്യര് കണ്ണടയ്ക്കുന്നതിനും മരിക്കുന്നതിനും മുമ്പ് ദ്രൗപദിയെ കാണുമ്പോൾ നമ്മള് ദ്രൗപദിയെ കണ്ടപ്പോൾ ഭീഷ്മാചാര്യന്റെ മനസ്സിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ കുറിച്ചാണ് ഭീഷ്മാചാര്യന് ഓർമ്മ വരുന്നത്. ഇനി യുധിഷ്ഠിരനെ കണ്ടപ്പോൾ എന്ത് തോന്നി എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ലത് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. അതായത് ഭീഷ്മാചാര്യൻ വിചാരിച്ചിരുന്നതും മനസ്സിൽ ഇരുന്നതും ധർമ്മത്തിന് സ്ഥാനം കിട്ടണമെന്ന് തന്നെയായിരുന്നു. എവിടെയാണോ ധർമ്മം, ധർമ്മത്തിന് വിജയം കിട്ടണമെന്നായിരുന്നു ഭീഷ്മാചാര്യന്റെയും ആഗ്രഹം. അപ്പൊ യുധിഷ്ഠിരൻ ഇത്ര നല്ലവണ്ണം ഒരു രാജാവായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഭീഷ്മാചാര്യന് സന്തോഷം, ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള ഒരു സന്തോഷം. ഇനി മൂന്നാമത് കൃഷ്ണ ഭഗവാനെ കണ്ടപ്പോൾ നന്ദി തോന്നി. കാര്യം ശരശയ്യയിൽ കിടന്നിട്ടും പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നെ കാണാൻ വന്നില്ലേ, അത് ഞാൻ ചെയ്ത ഭക്തിയുത സേവനത്തിന്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഭഗവാൻ വന്നത് എന്നാണ്. അപ്പൊ നമ്മൾ ഈ മരണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഉറങ്ങാൻ പോകുന്നത് ഒരു കുറച്ച് സമയത്തേക്കുള്ള ഒരു മരണമാണല്ലോ. അപ്പൊ ആ മരണം കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഇന്ന് എന്തൊക്കെ തെറ്റുകൾ ചെയ്തു, ഇന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തോ, ഇനി നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ഭഗവാന്റെ അടുത്ത് നന്ദി പറഞ്ഞോ. ഈ 3 കാര്യങ്ങളും നമ്മൾ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. പ്രഭു, ഉറങ്ങാൻ നേരത്ത് ഒന്ന് നമ്മൾ ചെയ്ത നമ്മൾ എന്തൊക്കെ ഇന്ന് എന്തൊക്കെ നമ്മൾ തെറ്റുകൾ ചെയ്തു, നമുക്ക് ഇന്ന് ആർക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു, നല്ലത് ചെയ്തു. മൂന്നാമത് നമ്മൾക്ക് നല്ലത് കിട്ടിയ, അതായത് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ അടുത്തും അവരടുത്തും നന്ദി സൂചിപ്പിക്കണം. സൂപ്പർ 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 സൂപ്പർ. ഹരേ കൃഷ്ണ പ്രഭുജി, ഇത് മഹാഭാരതത്തിലുണ്ട് അല്ലെ കഥകള്? എല്ലാം മഹാഭാരതത്തിലുള്ളതാണ്. ശാന്തി പർവ്വത്തില് ആ മീനിന്റെ കഥ പറഞ്ഞത് ആപദ്ധർമ്മം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ശാന്തി പർവ്വതത്തിൽ തന്നെ ആപദ്ധർമ്മം എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ട്. അതിലാണ് ഈ മീനുകളുടെ കഥ വന്നത്. ബാക്കിയുള്ളതെല്ലാം ശാന്തി പർവ്വതത്തിലാണ്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു, അതില് ഇങ്ങനെ നമുക്ക് ആ കഥകൾ പറഞ്ഞപ്പോഴേക്കും ആ നന്ദിയുടെ സൂചകമായിട്ടൊരു സ്റ്റോറി പറഞ്ഞില്ലേ പ്രഭു? അപ്പൊ നമുക്ക് ഓരോരുത്തരും ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും നമ്മൾ ആക്ച്വലി ഓർത്തു വെച്ച് നമ്മൾ ആ നന്ദി നമുക്ക് അവരോട് ഉണ്ടായിരിക്കണം. അങ്ങനെയല്ലേ പ്രഭു? ഉണ്ടായിരിക്കണം. അപ്പൊ ആക്ച്വലി ഇത്രയും വലിയൊരു നന്ദി കേട് കാണിച്ചു, അദ്ദേഹത്തിന്റെ ബോഡി പോലും ഇവൻ കഴിക്കുന്ന അവർക്ക് പോലും വേണം. അപ്പൊ പ്രഭു, നമ്മളെല്ലാം ഡെയിലി നമുക്ക് ഓരോരുത്തരും എന്തെല്ലാം ഉപകാരം ചെയ്യുന്നു പ്രഭു. നമ്മൾ പക്ഷെ ആ സ്മരണ ചിലപ്പോ നമ്മളങ്ങ് മറന്നു പോവാറില്ലേ പ്രഭു? അപ്പം ആക്ച്വലി അതൊരു കാര്യം. ചിലപ്പോൾ നമ്മളുടെ കൂടെയുള്ളവർ തന്നെ നമുക്ക് എന്തെങ്കിലും ചെയ്യും, പക്ഷെ കുറെ നാൾ കഴിയുമ്പോഴേക്കും നമ്മൾ ചിലപ്പോ നമ്മളത് മറന്നേ പോകൂലേ പ്രഭു? ആ ഇൻസിഡന്റേ ചിലപ്പോ മറന്നു പോകുമായിരിക്കും. അങ്ങനെ അപ്പൊ ഈ സ്റ്റോറി കിട്ടുമ്പോൾ ഞാൻ വിചാരിച്ചു പ്രഭു, നമ്മളിപ്പോ എന്തുമാത്രം പാവമായിരിക്കും ചെയ്യുന്നല്ലേ. ആ നന്ദി നമ്മളിങ്ങനെ ഓർക്കാറേ ഇല്ലായിരിക്കും ചില കൃഷ്ണ പ്രഭുജി. അപ്പൊ ആര് നന്ദി ചെയ്താലും അപ്പൊ തന്നെ അവരോട് നന്ദി പറയുന്നു അല്ലെ? അപ്പൊ അത് നന്ദി പറയുന്നതിന്റെയൊന്നും നമ്മുടെ മനസ്സിൽ അവരെടുത്ത് ഒരു നന്ദിയായിട്ട് നമ്മൾ കിടക്കുന്നതിന് മുമ്പോ നേരിട്ട് പറയാൻ പറ്റുന്നെങ്കിൽ പറയുക. അതിൻ്റെയൊന്നും പ്രധാനം നമ്മുടെ മനസ്സിൽ നമ്മൾ നന്ദി പറയുന്നതിലാണല്ലോ ഏറ്റവും വലിയ കാര്യം. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുവിന്റെ ക്ലാസ് അടിപൊളി. ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് പ്രഭു എങ്ങനെയാണ് ഒരു ആപൽഘട്ടത്തിൽ നിന്ന് നമ്മൾ സ്വയം രക്ഷപ്പെടാനും ബാക്കി എങ്ങനെയാണ് സേഫ് ആയിട്ട് നിൽക്കണ്ടേന്നുള്ളതും പറഞ്ഞു തന്നു. വളരെ സന്തോഷം. അത് നമ്മള് നമ്മുടെ ലൈഫിൽ വളരെ പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എപ്പോഴും നമ്മുടെ എതിരാളി ചിലപ്പോൾ ശക്തനായിരിക്കും. ഞാനിത് വായിച്ചിട്ട് കുറെ നാളായി. ഞാനിത് കുറച്ചൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനും നോക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ഗവൺമെന്റ് സർവീസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരുപാട് ഈ പാരകളൊക്കെ വരാറുണ്ട് ഇങ്ങനെ ഓരോ രീതിയിലും. അപ്പൊ നമ്മള് ഒന്നും മിണ്ടാതെ ഇരിക്കും. ഈ മുള ബെൻഡ് ചെയ്യുന്ന കണക്ക് ബെൻഡ് ചെയ്ത് അങ്ങിരിക്കണം. എന്നിട്ട് ആ സമയത്ത് നമ്മളെ കഴിവുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മുടെ സമയം ഭഗവാൻ ഉണ്ടാക്കി തരുന്ന സമയത്ത് നമ്മളെ തിരിച്ചടിക്കാനൊന്നും പോകണ്ട. ഇമോഷണൽ ഇന്റലിജൻസിൽ നമ്മൾ ഒന്നും എടുത്തു ചാടി പ്രവർത്തിക്കരുതെന്നാണ് പ്രധാനമായിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് പ്രഭുജി പറഞ്ഞു തന്നത്. അതെ
അതെ പ്രഭു വേണ്ട സമയത്ത് ഭഗവാൻ നമുക്കെല്ലാം തോന്നിപ്പിച്ചു തരും. കാരണം നമ്മൾ ഭഗവാനെയല്ലേ വിളിക്കുന്നത്, ഭഗവാനെ നമ്മൾ വിശ്വസിക്കുന്നു, ഭഗവാനെ ആരാധിക്കുന്നു, അദ്ദേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എല്ലാ കാര്യവും നമ്മുടെ ബുദ്ധിയിൽ അദ്ദേഹം തോന്നിപ്പിച്ചു തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതെ അതെ അതെ. ഹരേ കൃഷ്ണ പ്രഭു, ഇത്രയും നല്ലൊരു കൃഷ്ണ. ക്ലാസ് ശരിക്കും വളരെ നാൾക്ക് ശേഷം കേൾക്കുകയാണ്. അത്രയും മനസ്സിന് നമുക്ക് ശരിക്കും പല പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ ഉള്ള അവസരമാണ് പ്രഭുവിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടിയത്. വളരെ സന്തോഷം പ്രഭു. ഇനി ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ കേൾക്കാനുള്ള അവസരം നമുക്ക് ഈശ്വരൻ തരട്ടെ, ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. പ്രഭുവിന്റെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ ക്വയറ്റാണ്, ഒരു ബഹളമില്ലാതെ സമാധാനമായിട്ട്. ചിലര് ക്ലാസ് എടുക്കുമ്പോ ഈ ആവേശം കൊണ്ട് വളരെ പടപടപടോന്ന്, ഇത് വളരെ സമാധാനമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു തന്ന് വളരെ ഉപകാരം. വളരെ പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. വളരെ നല്ല ക്ലാസ് പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ ശരി. താങ്ക് യു പ്രഭുജി. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഇനിയും ക്ലാസ് എടുക്കാൻ വരണം, അതാണ് ഒരു ആഗ്രഹം. പ്രണാം പ്രഭു. നല്ല ക്ലാസ് പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. നമ്മള് ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സിലൊരു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഇപ്പൊ നമ്മുടെ സീനിയർ ഡിവോട്ടീസ് പറയാറുണ്ട്, അന്നത്തെ ഭാഗവതം ക്ലാസ്സോ അല്ലെങ്കിൽ അന്ന് ഏതെങ്കിലും ഒരു ഡിവോട്ടി വഴി നമുക്ക് അതിനൊരു ആൻസർ കിട്ടുമെന്ന്. അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന വലിയൊരു കൺഫ്യൂഷനും അല്ലെങ്കിൽ ഒരു കാര്യത്തിന് എങ്ങനെ പ്രതികരിക്കണം എന്ന ചിന്തയുടെ വലിയൊരു ആൻസർ ഇന്ന് പ്രഭുവിന്റെ ക്ലാസ്സിലൂടെ കിട്ടി. താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. പ്രഭുവിന്റെ ഇത്രയും ബിസി ആയിട്ടുള്ള, പ്രഭു ഒരു ഡോക്ടറാണ്, സർജനാണ്, ഒരുപാട് പ്രാക്ടീസ് ഉണ്ട്, ഒരുപാട് തലയ്ക്കകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അതിനകത്തിരുന്നിട്ടും കൂടെ പ്രഭു ഇത്രയും പ്രിപ്പയർ ചെയ്ത് ഇത്രയും പ്രഭുവിന് ഒരു ശ്ലോകം എടുത്ത പ്രഭു 1 month പ്രിപ്പറേഷൻ ആണ്. കാരണം കാറിലും ഫ്രീ ടൈമിലും ഒക്കെ പ്രഭു അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോ അത്രയും ഇതായിട്ട് ചെയ്ത് ഇത്രയും വളരെ നല്ല, ഇത്രയും പേരെ ഇൻസ്പയർ ചെയ്യുന്ന ഇത്രയും നല്ലൊരു ക്ലാസ് എടുത്തതിന് താങ്ക് യു സോ മച്ച് പ്രഭു. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രഭു ഇനിയും ക്ലാസ് എടുക്കാൻ വരണം പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി, വളരെ നന്ദി. പ്രഭുവിനെ നേരിട്ട് നമുക്കൊരു ക്ലാസ്സിനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പ്രഭുവിന്റെ ബിസി ഷെഡ്യൂളിന്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെയെങ്കിലും ഭഗവാൻ അറേഞ്ച് ചെയ്ത് തന്നതിന് ഗുരുവിനോടും കൃഷ്ണനോടും നന്ദി പറയുന്നു പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്തോട്ടെ പ്രഭു.